ഹലോ ഗൈസ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങുമ്പോഴേ മറക്കേണ്ട ലൈക്ക് ചെയ്യാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ സ്നാക്സിൻ്റെ വർക്കുകളാണ്. അപ്പോൾ ഇന്നത്തെ ഒരു 200 പേർക്കുള്ള ഓർഡർ നമുക്ക് കൊടുക്കാണ്ട്. ഈ ഒരു ഓർഡർ ഞാൻ എല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്താക്കണം, ഇന്ന് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ വിചാരിച്ചത് നമുക്ക് ദോശ ഉണ്ടാക്കണം. ദോശ ഉണ്ടാക്കാനുള്ള അരി അരച്ചെടുക്കണം. അപ്പോൾ രാവിലെ സ്കൂളുള്ള ദിവസമാണ്. സ്കൂളുള്ള ദിവസം ഞാൻ സപ്ലൈ ചെയ്യാൻ, അതായത് സ്നാക്സ് സപ്ലൈ ചെയ്യാൻ പോണത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഈ സപ്ലൈ ചെയ്യാൻ പോകുന്നതിന് മുന്നേ വീട്ടിൽ നിന്ന് ഒരു 6:45 ഇറങ്ങും. 8 മണിക്കാണ് തിരിച്ചു വരിക. 8 മണിക്ക് തിരിച്ച് വന്നാൽ പിന്നെ മക്കൾക്ക് ചായ എടുത്ത് കൊടുക്കുക, അവരെ സ്കൂൾ പറഞ്ഞേക്ക്. ലാസ്റ്റ് സ്കൂൾ പോവുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അമ്മീനോട് ഞാൻ പറയും, ഞാൻ വരുമ്പോഴേക്ക് കുളിച്ച് റെഡിയായി എല്ലാം റെഡിയായി ഓക്കെ ആയി നിൽക്കണം, ചായ കുടിച്ചിട്ട് പോകാനാണ്. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിയാൽ തീർന്നിട്ടോ. അപ്പോൾ ഞാൻ ദയവ് വിചാരിച്ചിട്ട് മക്കളെ റെഡിയായി നിൽക്കണം. പിന്നെ രണ്ടാമത്തെ ആളാണെങ്കിൽ ഞാൻ എല്ലാം ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ വന്ന് 8 മണിക്ക് ശേഷമാണ് അവനെ കുളിപ്പിച്ചിട്ട് ചായ എടുത്ത് മാറ്റി 9:20 ബസ് വരുള്ളൂ. അപ്പോൾ അവൻ്റെ കാര്യത്തിൽ വിഷയമല്ല, അത് ഞാൻ ചെയ്യും. മറ്റവനെ ഞാൻ എല്ലാം റെഡി ആക്കിയിട്ടാണ് പോവുക. അപ്പം ഞാൻ അരിയൊക്കെ ഒന്ന് അരച്ച് വെച്ചാൽ കടി കൊടുത്ത് വന്നിട്ട് നമുക്ക് എന്താക്കാം, ഇത് ചുട്ടാൽ മതിയല്ലോ. അപ്പം ഞാനും ഈ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവും. അതുകൊണ്ട് തന്നെ അപ്പോൾ ദോശക്കുള്ള മാവ് അരച്ച് വെച്ചു. പിന്നെ ഞാൻ ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് കൽമാസ് ഫ്രൈ ചെയ്യുക എന്നുള്ളതാണ്. ഫ്രൈ ചെയ്യൽ പെട്ടെന്ന് കഴിയും. ആവിക്ക് നല്ലപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സമയം രാവിലെ ഒരു 5 മണിയാണ് കേട്ടോ. അപ്പോൾ രാത്രി വൈകിട്ടാണ് ഇതൊക്കെ ചെയ്ത് വെക്കുക. അപ്പോൾ രാത്രിയിലാണോ കടി ഉണ്ടാക്കൽ നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉത്തരം ഞാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ രാത്രി ഒരു 12:30 ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, ഒക്കെ വേവിച്ച് റെഡിയാക്കി വെക്കും. അത് നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ പറഞ്ഞു തന്നതാണ്. കാരണം അവർക്ക് 10-11 മണിക്കുള്ളിൽ തീരുന്ന കടികളാണ്, വൈകുന്നേരം വരെ വെക്കുന്ന കടികളല്ല. അതുകൊണ്ട് രാത്രിയിൽ ചെയ്തിട്ട് ആവിക്ക് വേവിച്ച് വെക്കുക, രാവിലെ എടുത്തിട്ട് ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സ്നാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ വൈകുന്നേരം വരെ വെക്കുന്ന കടകളുണ്ട്. അത് നമ്മൾ രാവിലെ ഒരു 8:30 മുതലാണ് അതിൻ്റെ വർക്ക് തുടങ്ങുന്നത്. അത് പിന്നെ ഒരു 12 മണിക്കും 3 മണിക്ക് അങ്ങനെയൊക്കെ ആയിട്ടാണ് സപ്ലൈ ചെയ്യുന്നത്. പിന്നെ അങ്ങനെ ഞാനിപ്പോൾ ഈ ഒരു സ്നാക്സിൻ്റെ ബിസിനസ് നിങ്ങൾ കണ്ട പോലെ തന്നെ ചെയ്തു തുടങ്ങി. അത് വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കേക്ക് വർക്കുകളൊക്കെ അവിടെ സ്റ്റെക്കായി കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് കേക്ക് ചെയ്യാൻ പറ്റൂല, കേക്ക് ഞാൻ ഒഴിവാക്കേണ്ടി വരും, സ്നാക്സ് ഒഴിവാക്കേണ്ടി വരും, ഇങ്ങനെ കൺഫ്യൂഷനായി നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ മനസ്സിലാക്കി, നമുക്ക് ഒരു 2 ആൾക്കും കൂടി ഒരു തൊഴിൽ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ 2 ആളെ ഞാൻ കൂട്ടിയിട്ടുണ്ട്. വളരെ ചെറിയ ഒരു തുക കണക്കാക്കിയിട്ട് അവർക്ക് ഒരു എന്തെങ്കിലും ഒരു കാര്യമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരെയും കൂടെ കൂട്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവരെ കൂട്ടി. അപ്പോൾ കേക്കുകളാണെങ്കിൽ എനിക്ക് സപ്ലൈ ചെയ്യാൻ എനിക്ക് പോവാം. അപ്പോൾ അവർക്കൊരു പണിയും ആവും. അപ്പോൾ ഞാൻ വീണ്ടും കൂടുതൽ ഓർഡറുകൾ എടുക്കാൻ നിർബന്ധിത അവസ്ഥയിലേക്ക് പോവാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ബിസിനസ് വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകണം. അൽഹംദുലില്ലാ, നിങ്ങളെല്ലാവരും ദുആ ചെയ്തതുപോലെ ഇനിയും നിങ്ങളുടെ ദുആ ഞങ്ങൾക്ക് വേണം. അപ്പോൾ ഒരുപാട് ആളുകൾ കമൻറ്റിൽ വന്നിട്ട് ദുആ ചെയ്യലുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇന്നിപ്പോൾ ഒരുപാട് സ്നാക്സുകൾ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നെപ്പോലെ തന്നെ ഒരുപാട് ആളുകൾ ചോദിക്കലുണ്ട്, ഇതെങ്ങനെയാണ് തുടങ്ങുക, എന്താ കാര്യങ്ങളെന്നൊക്കെ. അതിനെ പറ്റിയിട്ട് ഇനിയിപ്പോൾ ഒരു വീഡിയോ വേണം. എൻ്റെ ഏകദേശം വീഡിയോയിലൊക്കെ എല്ലാ കാര്യങ്ങളും ഇല്ലേ. അപ്പോൾ ഞാൻ ഇന്നത്തെ ഓർഡറുകളൊക്കെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് തുടങ്ങുകയാണ്. അപ്പോൾ വണ്ടി വരുമ്പോഴേക്കും പെട്ടെന്ന് വലിയ ചട്ടിയിലുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? അപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ, ഒരുപാട് സ്ഥലത്ത് ഞാൻ എന്തെങ്കിലും ഒരു ജോബ് നല്ലത് ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ച് പുറത്തേക്കൊക്കെ എന്തെങ്കിലും ഒരു 10,000-15,000 രൂപ സാലറി കിട്ടുന്ന ടൈപ്പ് എന്തെങ്കിലും ഒരു ജോബ് കുറേ അന്വേഷിച്ചിരുന്നു. കാരണം കേക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എൻ്റെ കാര്യങ്ങൾക്ക് ഒന്നും ആവുന്നില്ല എന്നൊരു തോന്നൽ വന്നപ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. പക്ഷേ അതിൻ്റെ കൂടെ, കേക്കിൻ്റെ കൂടെ ഈ ഒരു വർക്കും കൂടി ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും അത് നോക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഒന്നും എവിടെയും പറയാൻ മാത്രം ആയിട്ടില്ല. കാരണം ഇത് വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അപ്പോൾ ഞാൻ 2 ആളെ കൂടെ കൂട്ടിയതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഉള്ള ഒരു സാലറിയും കൂടി കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ അതിന് മാത്രം മാക്സിമം ഓർഡറുകൾ പിടിക്കുക എന്നുള്ളത് ഇപ്പോൾ എൻ്റെ നിർബന്ധിതാവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇത് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് ഞാൻ. പിന്നെ നമ്മൾ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും ഇത് ചെയ്യാൻ ഇറങ്ങുന്നവരോട് പറയാം, കുറച്ച് നല്ല ഹാർഡ് വർക്ക് ഉള്ള ഒരു പണി തന്നെയാണിത്. ഇത് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറുള്ളവർ മാത്രം ഇതിലേക്ക് ഇറങ്ങി വന്നാൽ മതി. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹാർഡ് വർക്ക് ചെയ്താൽ ഇതിനൊരു റിസൾട്ട് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്.
അതുകൊണ്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്താൽ റിസൾട്ട് ഉണ്ടാവും. ഒരുപാട് ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട്, നമ്മളെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. അതുകൊണ്ട് ഇതിൽ ലാഭം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്നവരാണ് കേട്ടോ ഇതൊക്കെ പറയണത്. പിന്നെ ഞാനൊക്കെ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഇട്ട് വെച്ചിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. കാരണം എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളും എന്തൊക്കെയെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നതിന് എനിക്കൊരു പരിമിതികളില്ല. അത്രയും കാര്യങ്ങൾ നടത്തിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും സാധിക്കും, ഈസിയായി സാധിക്കും. വീട്ടിൽ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സാധിക്കും. എനിക്കെന്ന് പറഞ്ഞാൽ ഞാനൊരു സ്നാക്സോ വർക്കോ കാര്യങ്ങളോ ഓർഡർ എടുക്കുകയാണെങ്കിൽ അതിന് എന്നെ സഹായിക്കാൻ ഈ വീട്ടിൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നതെന്നുള്ളൊരു തോന്നൽ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ആർക്കും എന്നെ സഹായിക്കാൻ പറ്റിയ ആരും ഇല്ലാത്തത് കൊണ്ടോ ഒക്കെയാണ് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വർക്ക് എൻ്റേത് മാത്രമാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും പ്രോഫിറ്റോ കാര്യങ്ങളോ കിട്ടുകയാണെങ്കിൽ അത് എനിക്ക് തീർച്ചയായിട്ടും അത് എനിക്കുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാവും, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടത്താൻ പറ്റും. വേറൊരാളെ മുമ്പിൽ പോയിട്ട് കൈനീട്ടേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഷോപ്പ് ഉണ്ടായിരുന്നോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഷോപ്പ് ഉണ്ടായിരുന്നു, ഷോപ്പ് പൂട്ടിയ കാരണത്താൽ ഒരുപാട് EMI മൈക്രോ ഫിനാൻസ് ആണെങ്കിലും ഒരുപാട് പിന്നെ അതിലേക്ക് നമ്മൾ ഫണ്ട് ഇറക്കിയതാണെങ്കിലും ഒക്കെ ഇവിടുന്ന് തിരുമറിയൊക്കെ ആക്കിയിട്ടായതുകൊണ്ട് അതിലേക്കൊക്കെ ഒരു ബാധ്യത വന്ന് കിടന്നത് കൊണ്ടും ഞാൻ മുന്നോട്ട് തന്നെ തയ്യാറായി അതിനെ തീർക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് എന്ത് ജോലിയും, മാന്യമായിട്ടുള്ള എന്ത് ജോലിയും ചെയ്തിട്ട് എൻ്റെ ബാധ്യതകളൊക്കെ തീർക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് കേട്ടോ ഇത്ര ഹാർഡ് വർക്ക് ഞാൻ ചെയ്യുന്നത്. ഇത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു ദിവസം ഞാൻ എപ്പോഴും വിചാരിക്കും നിങ്ങളൊക്കെ മുന്നിൽ വന്നിരുന്നിട്ട് എൻ്റെ സക്സസ് ആയിട്ടുള്ളൊരു സ്റ്റോറി നിങ്ങളുടെ അടുത്ത് എനിക്ക് വന്നിരുന്ന് പറയണം. അത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഓരോ ദിവസവും ജീവിച്ചുകൊണ്ടിരുന്നത്. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലാണ് ഞാൻ ഈ സ്നാക്സിൻ്റെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ വിജയിച്ചോ എന്ന് ചോദിച്ചാൽ ഒന്നും പറയാനാവാത്ത സ്റ്റാർട്ടിങ് പോയിന്റിൽ നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ ഒരുപാട് പ്രാർത്ഥനകൾ നിങ്ങളത് വേണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലുള്ള ഒരുപാട് കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞു വന്നിട്ട് ഇപ്പോൾ സ്കൂളിലേക്ക് സോനുവിനെ കൊണ്ടാക്കലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് എൻ്റെ ലൈഫ്. ഒരുപാട് കാര്യങ്ങൾ എനിക്കിതിൽ കാണിക്കാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത്രയും ഹാർഡ് വർക്കായിട്ട് ഞാൻ ചെയ്യുന്നൊരു വർക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ കണ്ടിട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെ ബിസിനസ് വിജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇതുവാ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അടുത്തുനിന്ന് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഷോപ്പുകളിലേക്കോ അല്ലെങ്കിൽ വീടുകളിലേക്കോ ഒക്കെ സ്നാക്സൊക്കെ വാങ്ങിയിട്ട് നമ്മളെ സ്നാക്സുകളെ രുചി അറിയാം. പിന്നെ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രമല്ല, നമുക്ക് സഹായമല്ല, നമുക്കൊരു ബിസിനസ് മുന്നോട്ട് വളർന്നു വരികയാണെങ്കിൽ ഒരുപാട് പേർക്ക് സഹായം. അത് എനിക്ക് മാത്രം ഒരു സഹായം എന്നല്ല, നമുക്ക് എത്ര ഇപ്പോൾ രണ്ടാളുള്ളതൊരു 4 ആൾ, ഒരു 6 ആൾ, അങ്ങനെ ഇത് വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് ഗുണമാവും. എൻ്റെ ഒരു മനസ്സിലുള്ള ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആഗ്രഹം നമ്മൾ പുറത്ത് പറയരുത്, നടത്തിയിട്ട് പറയുക എന്നുള്ളതാണ്. പക്ഷേ ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യൂണിറ്റായിട്ട് നമുക്ക് ബേക്കറി പ്രൊഡക്ഷൻ കാര്യങ്ങൾ ഒക്കെ ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്നാക്സിൻ്റെ കൂടെ ഞാൻ ഇതുപോലത്തെ ബേക്കറി പ്രൊഡക്റ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തൊക്കെ ബേക്കറി പ്രൊഡക്റ്റുകൾ അറിയാം, ഏതൊക്കെ അറിയാം, അതൊക്കെ നോക്കിയിട്ട് എനിക്ക് ലാഭത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെ ഉണ്ട് അതൊക്കെ പാക്ക് ചെയ്തു. അതുപോലെ കുറച്ച് ഡോണറ്റ്സും കാര്യങ്ങളും കേക്ക് ഐറ്റംസും കുറച്ച്, അതുപോലെ തന്നെ നമുക്ക് പുതിയ സ്നാക്സുകൾ നമ്മളെ വീഡിയോയിൽ ഞാൻ കാണിക്കും. ഞാൻ ഉണ്ടാക്കണതൊക്കെ ഞാൻ കാണിക്കും. അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഓർഡർ എടുത്തിട്ട് നമുക്ക് സ്ഥിരമായിട്ടൊരു 10-20 ഷോപ്പുകളിൽ വെക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ബേക്കറി യൂണിറ്റും കൂടെയാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ AR പ്രൊഡക്ഷൻസ് എന്നുള്ള ഒരു ഫുഡ് ഐറ്റംസ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഫുഡ് ഐറ്റമാണ്. പിന്നെ അപ്പം നമ്മൾ വയനാട് മൊത്തമാണ് സപ്ലൈ. അപ്പോൾ ഒക്കെ ഒന്ന് വാങ്ങി കഴിച്ചു നോക്കുക, ടേസ്റ്റ് നോക്കുക. അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോണറ്റ്സൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഡോണറ്റാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെയുണ്ട്, സെയിലാവോ പോവോ, ആർക്കെങ്കിലും വേണ്ടി വരുമോ ഒക്കെ ഒന്ന് ചോദിക്കട്ടെ. അങ്ങനെ ആ ഒരു ഡോണറ്റ്സൊക്കെ പാക്ക് ചെയ്ത് വീണ്ടും നമുക്ക് ഉച്ചയ്ക്ക് ശേഷം കൊടുക്കാനുള്ള പിന്നെ കൽമാസൊക്കെ റെഡി. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ രാത്രിയിൽ ഈ കൽമാസ് വേവിച്ച് വെക്കുന്നത്, അത് നിങ്ങൾ രാവിലത്തേക്കുള്ളത് മാത്രമാണ് വേവിച്ച് വെക്കുക. ഉച്ചക്കത്തേക്കുള്ളത് നമ്മൾ രാവിലെയാണ് ചെയ്യുക.
വൈകുന്നേരത്തുള്ളത് നമ്മളൊരു 11 മണിക്കാകുമ്പോഴാണ് ചെയ്യുക. ഒന്നും മസാല പോലും നമ്മൾ നേരത്തെ ഒന്നും ഉണ്ടാക്കി വെക്കൂല കേട്ടോ. ഒക്കെ ആ സമയത്ത് മാത്രമാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് കണ്ട് മനസ്സിലാക്കാം കേട്ടോ. അത്രയും ഉറപ്പോടെ ഞാൻ പറയണത്. കാരണം മസാല ഒന്നും പഴയതോ ഒന്നും നമ്മൾ കൊടുക്കില്ല. കാരണം ഫുഡ് സെയിൽ ചെയ്യുന്നവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയാണ്. ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും വരുത്താൻ പാടില്ല. അതിലൊരു ഫുഡ് പോയ്സണോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല. ഇന്നത്തെ എൻ്റെ എല്ലാ കടി ഐറ്റംസും എടുത്തിട്ട് ഞാൻ അത് സാമ്പിൾ പല ഷോപ്പുകളിലായിട്ട് കൊടുക്കാൻ വേണ്ടി പോണ പോക്കാണ് കേട്ടോ. അത് അങ്ങനെ ഞാൻ ബസ്സിന് പ്രിയദർശിനിക്ക് കാത്തിക്കുമ്പോൾ ഒരു കാലി ഓട്ടോ പോകണുണ്ടോ. അപ്പോൾ 10 രൂപക്ക് കൽപ്പറ്റ വരെ എത്താമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ കൈ കാണിച്ച് അതിൽ കയറിയിട്ടോ. അങ്ങനെ ഈ ഒരു കവറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അതെടുത്ത് പോകുമ്പോൾ ബസ്സിന് കയറി പോകണതിനെക്കാട്ടും എളുപ്പമാണല്ലോ. അപ്പോൾ ഇങ്ങനൊരു ഓഫറിൽ ഓട്ടോ കിട്ടുമ്പോൾ അതിൽ ചാടിക്കയറി അങ്ങനെ ഷോപ്പുകളിലൊക്കെ കൊടുത്തയച്ചു എന്നല്ല, ഞാൻ കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ ഈ ഷോപ്പിലൊക്കെ ഞാനൊന്ന് എൻ്റെ സ്നാക്സുകളും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചു. അവരുടെ അടുത്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു കാര്യം പോയിട്ട് പറയുന്ന രീതിയിലാണ് നമുക്കുള്ള ഓർഡർ കിട്ടുക കേട്ടോ. നമ്മൾ എന്താണ് നമ്മളെ സ്നാക്കിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ക്വാണ്ടിറ്റിയും എന്തൊക്കെയാണ് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓക്കെ ശരി നമുക്കൊന്ന് വെച്ചോക്കാം. അപ്പോൾ അവർക്കും ലാഭം ഉണ്ടാവുമല്ലോ. ആരും ഒറ്റയടിക്ക് നോ ഒന്നും ആരും പറയൂല. അതുകൊണ്ട് ഒക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നിങ്ങളെ സപ്പോർട്ടാണ് വേണ്ടത്, നിങ്ങളെ പ്രാർത്ഥനയാണ് വേണ്ടത്. നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യണം. എനിക്ക് നിങ്ങളെ ഓരോ കമൻറ്റും ഓരോ ലൈക്കും എല്ലാം ഇൻസ്പിറേഷനാണ് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബൈ ബൈ, സീ യു.